എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടങ്ങാം അല്ലേ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജസ്ന സലീമിനെ പറ്റി തന്നെയാണ്. അതായത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന അവരെ പറ്റിയിട്ട്, അതായത് എൻ്റെ രണ്ടാമത്തെ ഭർത്താവ്, ലോകത്തിൽ ആദ്യമായിട്ട് രണ്ടാം കല്യാണം കഴിച്ച ഏക വ്യക്തി, അത് ലസിത പാലക്കൽ എന്നാണ് ഇവളുടെ സംസാരം. ആയിക്കോട്ടെ, അതിലെനിക്ക് അഭിമാനമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവുക, ഡ്രൈവറുടെ ഭാര്യ എന്ന് പറയുന്നതിൽ എനിക്ക് അന്തസ്സേ ഉള്ളൂ, അഭിമാനം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്നറിയാവുക, ആ ജോലി എടുത്ത് നല്ല അടിപൊളിയായിട്ട് എന്നെ നോക്കുന്നുണ്ട്. അപ്പം നിൻ്റെ അച്ഛൻ ഈ 3 പെൺമക്കളെ നോക്കിയത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, എങ്ങനെയാണ് നോക്കിയത് എന്നുള്ളത്. കൂടാതെ നിൻ്റെ 2 അനിയത്തിമാരോ ഏച്ചുമാറോ എന്നറിയില്ല, ഏതോ ഒരുത്തി നിൻ്റെ കൂടെ ഉണ്ടായിപ്പം നിന്നോട് മിണ്ടാറുണ്ടാ? ഇല്ല. അവരെ ഹസ്ബൻഡ് പോലും നിന്നെ 7 അയലത്ത് വെക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ പറഞ്ഞു തന്നിരുന്നു. നിൻ്റെ കുടുംബത്തിലെ ആൾക്കാർ കയറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയാവുക, നീ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. എൻ്റെ എല്ലാ കുടുംബക്കാരും കയറ്റാറുണ്ട്, വിളിക്കാറുണ്ട്, വീട്ടിൽ പോയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ നീ നിൻ്റെ ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അറണ എന്ന് പറയുന്നവൻ ആരാണ്? ഒരിക്കൽ പറയുന്നു കസിൻ ബ്രോ, ഒരിക്കൽ പറയുന്നു സലീമിൻ്റെ ബന്ധു, ഒരിക്കൽ പറയുന്നു അകന്ന ബന്ധു. ഇങ്ങനെ തപ്പിക്കളിക്കാതെ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ വിമർശിക്കുക. നീ മൊയിലാർക്കന്മാരെയൊക്കെ ഭയങ്കര വന്നിട്ട് കമൻറ്റ് പറയുന്നുണ്ട്, ഇസ്ലാം മതം അങ്ങനെയാണ്, ഇസ്ലാം മതം ഇങ്ങനെയാണ്. നീ ഇസ്ലാമായിട്ട് ജനിച്ചൊരുത്തി തന്നെയല്ലേ അല്ലേ? എന്തു തന്നെയായാലും നിനക്ക് പറയാൻ പറ്റുമോ നീ ഇസ്ലാം അല്ലാണ്ട് പിന്നെ മജീദിൻ്റെയും സൂഫിയുടെയും വയറ്റിൽ എങ്ങനെയാണ് ജനിച്ചത് എന്നുള്ളത്? എന്തായാലും മജീദ് ഇനിയിപ്പോൾ കോരനോ കുമാരനോ ഒന്നും ആവില്ലല്ലോ. ആവുമോ? ഒരിക്കലുമില്ല. മജീദ് തന്നെയാണ്. അതുപോലെ നിൻ്റെ ഉമ്മ തന്നെയാണ്. പിന്നെ ഒരു മതത്തിൽ നിന്നും കൊണ്ട് ആ മതത്തെ വിമർശിക്കണം. നീ ഇത്രയും കാലം ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ ആ നിൻ്റെ തെറ്റ് കണ്ടെടുത്തത് മുതൽ നിനക്ക് ആ മതത്തിനെ ഒന്നും അല്ലാതാക്കിയത്. അതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളെ ഇൻസൾട്ട് ചെയ്യാനും നീ പഠിച്ചു. അതുകൊണ്ടാണല്ലോ 2 ആൾക്കാരും തമ്മിൽ നിന്നെ അംഗീകരിക്കാത്തത്. നീ 2 ജന്മങ്ങൾ, അതായത് നീ മുസ്ലിമും അല്ല, അതായത് മുസ്ലിംസിൻ്റെ ഭാഗത്തും നിൽക്കുന്നില്ല, ഹിന്ദു അല്ല, ഹിന്ദുവിൻ്റെ ഭാഗത്തും നിൽക്കുന്നില്ല. പേരിന് ബിസിനസ് താല്പര്യം മാത്രം. എന്ത്? കൃഷ്ണനെ വിറ്റ് ജീവിക്കുക. അത്രയേ ഉള്ളൂ നിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യങ്ങൾ ഞങ്ങൾ ഓരോ ആൾക്കാർ കൂടി പുറത്ത് പറയുന്ന സമയത്ത് നിനക്കുണ്ടാകുന്ന സൈക്കോ മോഡ്, അതാണ് നീ ഇപ്പം പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. സകല ആൾക്കാരും അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ദിവസവും നിന്നെപ്പറ്റി പറയുന്ന ദിവസങ്ങളിൽ എനിക്ക് ഒരുപാട് കൊയിലാണ്ടിയിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നാണെങ്കിലും എല്ലാ സ്ഥലത്തുനിന്നും വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല. കാരണം ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ, ഞങ്ങളൊക്കെ ആണുങ്ങളാണ്. ഈ ആണുങ്ങൾ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ അവൾക്ക് ഒരു പക്ഷേ കേസ് കൊടുക്കാം, പീഡനത്തിന് കേസ് കൊടുക്കാം. ആ ആണുങ്ങൾ പിന്നെ പൈസ കൊടുത്ത് ഒഴിവാക്കി, ഇത്രയും കേസുള്ളതുപോലെ തന്നെ പൈസ കൊടുത്ത് ഒഴിവാക്കേണ്ടി വരും. ഇവിടെ തന്ത്രപരമായ നീക്കം ഇത് തന്നെയാണ്. പണ്ടൊക്കെ അങ്ങനെയാണ് പോലും. കാർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറിൻ്റെ അകത്ത് കയറി കുറച്ച് കഴിഞ്ഞ് നല്ല രീതിയിൽ ചാറ്റും. പിന്നെ 3-ാമത്തെ ദിവസം പിന്നെ ആണി ട്രാപ്പായി, അതിന് കേസ് കൊടുക്കുക, വണ്ടിയിൽ നിന്ന് തൊട്ടു, വണ്ടിയിൽ നിന്ന് മാന്തി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക, ഞാൻ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. ഇതൊക്കെയായിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാർ അത് പഠിച്ചതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ നിൽക്കുന്നില്ല. അതാണ് ഏറ്റവും നല്ലൊരു. ഞങ്ങളെ കൊണ്ട് ഈ ഒരു ഉപകാരമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായല്ലോ. അതിന് നിങ്ങളല്ലേ നമ്മളോട് നന്ദി പറയേണ്ടത്. ഓക്കെ.